നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന അന്വേഷണ സംഘം. ദിലീപിനെ പൂട്ടണമെന്നായിരുന്നു ഗ്രൂപ്പിന്റെ പേര്. മഞ്ജു വാര്യരുടെയും ADGP ബി സന്ധ്യയുടെയും വ്യാജ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രൂപ്പ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. 7.5 വർഷത്തെ നിയമവ്യവഹാരങ്ങൾക്ക് ശേഷം നാളെയാണ് കേരളവും രാജ്യവുമൊക്കെ ഉറ്റുനോക്കുന്ന ആ വിധി ദിനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറയുക. പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ്. പരമാവധി തെളിവുകൾ ദിലീപിനെതിരെ ഹാജരാക്കാനാകി എന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് അവർ. ദിലീപിന്റെ അഭിഭാഷകരാകട്ടെ ദിലീപിന് നീതി ലഭിക്കും, ദിലീപ് കുറ്റമുക്തനാകുമെന്ന് അവരും പറയുന്നുണ്ട്. ഇതിനിടയിലാണ് അന്വേഷണ സംഘത്തിന്റെ ഈ കാലയളവിൽ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ നമ്മളിപ്പോൾ വ്യക്തമാക്കുന്നത്. അതിങ്ങനെയാണ്: ഈ കേസിൽ പ്രതിയായതിന് പിന്നാലെ തന്നെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ദിലീപ് ഒരു വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് തന്നെ ഇങ്ങനെയാണ്: ദിലീപിനെ പൂട്ടണം എന്നുള്ളതായിരുന്നു ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര്. അതിൽ ADGP ആയിരുന്ന ബി സന്ധ്യ, അതോടൊപ്പം മഞ്ജു വാര്യർ, ചില മാധ്യമ പ്രവർത്തകർ, സിനിമാ മേഖലയിൽ ദിലീപിനെതിരെ സംസാരിച്ച ആളുകൾ, അവരുടെയൊക്കെ വ്യാജ പ്രൊഫൈലുകൾ, ആ നമ്പറുകളൊക്കെ ആഡ് ചെയ്ത് പരസ്പരം ചാറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം ദിലീപിന്റെ ഭാഗത്തുണ്ടായി എന്ന സ്ക്രീൻഷോട്ട് സഹിതമുള്ള തെളിവാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതൊരു പ്രധാനപ്പെട്ട, അതായത് തെളിവ് അട്ടിമറിക്കാനും കേസന്വേഷണം അട്ടിമറിക്കാനും ഒക്കെ ദിലീപ് ശ്രമിച്ചു എന്നതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്ന ഒരു തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ദിലീപിനെ പെടുത്തണം എന്നല്ലെങ്കിൽ ദിലീപിനെ പൂട്ടണം എന്നുള്ള ആ ഗ്രൂപ്പ്. അങ്ങനെ നിരവധി തെളിവുകൾ ദിലീപിനെതിരെ കണ്ടെത്താനായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. ഈ തെളിവുകളൊക്കെ കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഈ മണിക്കൂറുകൾ മാത്രമാണ്. നാളെ രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും ഈ കേസിന്റെ വിധി പറയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.